റോസ്, താനാണല്ലേ മേധ മെഹറിൻ കേസിൻ്റെ ഇൻഫോമർ, അതുപോലെ മേധയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? 5th സ്റ്റാൻഡേർഡ് മുതൽ ഞാനും മേധയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങളുടെ ടീം 2 പ്രാവശ്യം ആ കോളേജിലെ മേധയും അദറുമായി റിലേറ്റഡ് ആയ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അന്നൊന്നും താൻ കണ്ടില്ല. ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് അറിയായിരുന്നു, ബട്ട് തന്നെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താനായില്ല. വാട്ട് ഈസ് ദ റീസൺ? തനിക്കിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിൻ്റെയോ മറ്റുള്ളവരുടെയോ മൊഴിയെടുക്കലിന് പങ്കെടുക്കാതിരുന്നത്? ഇങ്ങനെ ഒരു ഡൗട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടതല്ലേ? അതെനിക്ക് പേടിയാ. ചുറ്റുമുള്ള എല്ലാവരെയും എനിക്ക് പേടിയാ. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അതാ ഞാൻ മേധയെ. കൂൾ, താൻ വറീഡ് ആവണ്ട. തനിക്കറിയാവുന്നതെല്ലാം താൻ ഞങ്ങളോട് പറ. ഇതിൻ്റെ പേരിൽ തനിക്കൊന്നും സംഭവിക്കില്ല. വി ആർ ഗ്യാരണ്ടി. ഓക്കെ? തനിക്ക് മേധയെക്കുറിച്ച് അറിയാവുന്നതും മേധ തന്നോട് പറഞ്ഞിട്ടുള്ളതും അദർവിൻ്റെയും മേധയുടെയും റിലേഷൻ, അതൊക്കെ ആ കഥകളൊക്കെ എങ്ങനെ? വെയിറ്റ്, എല്ലാത്തിലേക്കും കിടക്കുന്ന മുന്നേ ഐ ഹാവ് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഫോർ യു. മേധ അദർ റിലേഷൻ ഇറ്റ്സ് എ റോങ് ഓർ ഇംപ്രോപ്പർ റിലേഷൻ? ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്ത ടൈപ്പ് റിലേഷനാണിത്. ഈവൻ ഇതറിയാവുന്ന കുട്ടികളിലേക്ക് പോലും ഇതൊരു റോങ് വൈറസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ദിസ് ഇസ് റോങ് റിലേഷൻഷിപ്പ്. ആൻഡ് ഞങ്ങൾക്ക് മേധയുടെ റൂമിൽ നിന്നും ഒരു ചെറിയ ഭാഗം എഴുതിയ ബുക്ക് കിട്ടിയിരുന്നു. ഞങ്ങളത് വായിച്ചതിൽ നിന്നും മേധ മെഹറിൻ ആൻഡ് അദർ, അവരുടെ റിലേഷൻ, അതിൻ്റെ മെയിൻ ഇൻഫ്ലുവൻസർ ഡ്രഗ്സാണ്. ഈവൻ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അവരുടെ പ്രണയത്തെ അവരെങ്ങനെ വിശദീകരിക്കും? ഞങ്ങൾ ഡ്രഗ്സിൻ്റെ പുറത്ത് ചേട്ടനും അനിയത്തിയും കൂടെ, ഇല്ലിൽ ചെറിയച്ഛനും മോളും കൂടെ ചെയ്ത് കൂട്ടിയതാണെന്നോ? ഐ ഫീൽ അഷെയിം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഓർ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോറീസ്. ആൻഡ് യു, മേധയുടെ വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ താൻ? തനിക്ക് ഈ ബന്ധമൊന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നോ? ബെസ്റ്റ് ഫ്രണ്ട് എന്നാൽ എല്ലാ പോക്രിത്തരത്തിനും കൂടെ നിൽക്കുന്ന ആളെന്നല്ല, സപ്പോർട്ട് ചെയ്യേണ്ടതിനെ സപ്പോർട്ട് ചെയ്യാവൂ. ആർ യു റിയലി അഷെയിംഡ് ഓഫ് ദിസ്? നോ മാം, ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ ചെയ്തത്. എന്താണ് മാം ലവ്? അതിൻ്റെ കണ്ടന്റ് എന്താണ്? ഓക്കെ, ഒരാൾക്ക് മറ്റൊരാളുമായി റിലേഷൻ ഉണ്ടായി, അത് അവർക്ക് മടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വേദന, അവരുടെ സ്നേഹം, അവർ അയാളെ എങ്ങനെയാണ് കണ്ടത് എന്ന് പോലും ചിന്തിക്കാതെ അവരെ വിഷമിപ്പിക്കുന്നതും അവരെ വേദനിപ്പിക്കുന്നതുമാണോ മാമിൻ്റെ കോൺസെപ്റ്റിലെ ലവ്? പോട്ടെ, മാം തന്നെ പറഞ്ഞല്ലോ, മേധയുടെ ഡയറിയിൽ നിന്നും വ്യക്തമാണ് അവർ ഡ്രഗ്സിൻ്റെ പുറത്താണ് എല്ലാം നടന്നതെന്ന്. അത് തന്നെയാണ് റിയൽ സ്റ്റോറി എന്ന് മാം അവരുടെ മനസ്സിൽ കയറി കണ്ടിരുന്നു. കണ്ടിട്ടാണോ അത് പറഞ്ഞത്? പിന്നെ എന്തുകൊണ്ടാണ് മാം ഇത് റോങ് ആണെന്ന് പറയുന്നത്? മേധയുടെയും അദർവേട്ടൻ്റെയും പ്രണയം എങ്ങനെയായിരുന്നെന്ന് എന്നോളം മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ അലയ്ക്ക് പോലും, അല പോലും അദർവേട്ടനെയും ഏട്ടൻ്റെ ഫീലിങ്സിനെയും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ അവരുടെ റിലേഷൻ, അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ബാഡ്, ബട്ട് ദെയർ ലവ് സ്റ്റോറി ഇറ്റ്സ് എ ട്രൂ. ഞങ്ങളുടെ കോളേജിൽ LGBTQ കപ്പിൾസ് ഒരുപാടുണ്ട്. ഈവൻ അവർക്ക് പോലും ഇത്രയും അവഹേളനവും അപമാനവും അവഗണനയും കിട്ടിയിട്ടില്ല. എത്ര പേരാണ് അവരുടെ റിലേഷൻ മോശമാണെന്ന് പറഞ്ഞ് പോയതെന്നറിയാമോ? ഐ ഫീൽ സാഡ്. എന്തുകൊണ്ടാണ് ഇത് മാത്രം ആരും അംഗീകരിക്കാത്തത്? ഇതിപ്പോൾ തിരിച്ച് ദർ കസിൻസ് എങ്കിൽ എല്ലാവരും ഈ കഥ അക്സെപ്റ്റ് ചെയ്തേനെ. ഇതൊക്കെ സഹിക്കാനാവാതെയാണ് മാം മേധ സൂയിസൈഡ് ചെയ്തത്. വെയിറ്റ്, മേധ സൂയിസൈഡ് ചെയ്തു? പിന്നെ എങ്ങനെയാണ് അവളുടെ മരണത്തിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്ന് താൻ പറഞ്ഞത്? എന്താ, ആളെ കളിയാക്കാൻ വിളിപ്പിച്ചതാണോ? ഈ സമൂഹത്തിൻ്റെ തെറ്റ് ഇല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ് എന്താണെന്നറിയോ? ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണത വരെ എത്താതെ, ഇല്ലെങ്കിൽ പൂർണ്ണത ആവാതെ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. വാമി, റോസ്, സോറി, വാമി ഇങ്ങനെയാണ്, കുറച്ച് ആങ്കർ ഇഷ്യൂ ഉള്ളതാണ്. വി ഹാവ് നോ ഐഡിയ അബൌട്ട് ദർ സ്റ്റോറി. പുറമേ നിന്ന് കാണുന്നവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് ഇവളിങ്ങനെ ബിഹേവ് ചെയ്തത്. മേധ, അദർ, അല, പിന്നെ എന്താണ് തനിക്ക് പറയാനുള്ളത്? മേധ പറഞ്ഞ സ്റ്റോറീസ് എന്തൊക്കെയാണ്, അതൊക്കെ താൻ പറ. അത് മേധ മെഹറിൻ, അവളും ഈ മാമിനെ പോലെ തന്നെയാണ്. ആങ്കർ ഇഷ്യൂ നല്ല രീതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അവളുടെ കൂടെ അടുക്കാറില്ല.
അവളുടെ ഒറ്റ സുഹൃത്ത്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആൾ അതൊക്കെ ഞാൻ തന്നെയായിരുന്നു. അതുപോലെ അവളൊരു പാവമായിരുന്നു. 5th സ്റ്റാൻഡേർഡ് മുതലാണ് ഞാനും മേധയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്. 7th സ്റ്റാൻഡേർഡ് വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. 8th കയറിയപ്പോഴാണ് അല ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. അന്ന് മുതൽ അലയും മേധയുമായിരുന്നു സ്കൂളിൻ്റെ പ്രധാന ഇഷ്യൂസ്. അല എപ്പോഴും 2 കാര്യങ്ങൾക്കാണ് മേധയുമായി വഴക്കിടുന്നത്. ഒന്നാമത്തെ റീസൺ, അലയുടെ പപ്പയെ മേധയുടെ പപ്പ JK സാറാണ് കൊന്നതെന്ന് പറഞ്ഞ്. അത് മേധയ്ക്കൊരു ഡൗട്ടായിരുന്നു. പണ്ട് JK സാർ മാഫിയായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേധയുടെ ഉമ്മച്ചി മരിച്ച ശേഷമാണ് ആൾ കമ്പനിയിലേക്ക് ഫോക്കസ് ആയതെന്ന്. അത് ഞാനും മേധയും ഒരു അന്വേഷണം നടത്തിയതാണ്. ബട്ട് ആ റീസൺ കണ്ടുപിടിക്കാനായില്ല. അതുപോലെ അലയുടെ മമ്മ എൽസാൻറ്റിക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയില്ല. രണ്ടാമത്തെ റീസൺ, തന്നെക്കാൾ കൂടുതൽ അലയാണ് അഥർവേട്ടൻ കെയർ ചെയ്യുന്നതിൻ്റെ ജലസ് മേധയ്ക്കും. തിരിച്ച് ലവറായ തന്നെക്കാൾ കൂടുതൽ പ്രയോറിറ്റി തൻ്റെ എനിമിയുടെ മകൾക്ക് കൊടുക്കുന്നതിൻ്റെ ജെല്ലി അലയ്ക്കും നല്ല രീതിക്കുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയത് അഥർവേട്ടൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആദ്യമായിട്ട് അലയ്ക്ക് അഥർവേട്ടൻ കിസ് കൊടുത്തു. അത് മേധ കാണുകയും ചെയ്തു. അവൾക്കത് കണ്ടിട്ട് സഹിച്ചില്ല. അവളന്ന് കുറേ കരഞ്ഞു. മേധ, എന്താ പറ്റി? എന്തിനാ കരയുന്നേ? റോസു, ആല അവളെൻ്റെ അപ്പൂനെ കിസ് ചെയ്തു. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് മോങ്ങണത്? അവര് ലവേഴ്സ് അല്ലേ? ഇല്ല, എൻ്റെ അപ്പൂനെ ഞാൻ ആർക്കും കൊടുക്കില്ല, പ്രത്യേകിച്ച് ആലയ്ക്ക്. എനിക്കത് ഇഷ്ടമല്ല. അഥർവേട്ടനോട് ഒരു തരം പൊസസീവ്നെസ് ആയിരുന്നു അവൾക്ക്. ഒരു ദിവസം അവൾ എന്നോട് വന്ന് ചോദിച്ചു, റോസു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നതാടി? അതുണ്ടല്ലോ റോസു, നീ പറഞ്ഞില്ലേ നിന്റെ ചായം എന്നെ കിസ്സൊക്കെ ചെയ്യാറുണ്ടെന്ന്, പിന്നെ വേറെന്തൊക്കെയോ ചെയ്യൂന്നൊക്കെ. അത് ബോയ് ഫ്രണ്ട് അല്ലാത്ത ആള് അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ ഇച്ചായൻ എൻ്റെ ലവറല്ലേ, സോ ലവേഴ്സ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ലവർ അല്ലാത്ത ആള് നമുക്ക് ഓക്കെ ആണെങ്കിൽ അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അത് തെറ്റാവില്ല. അല്ലാത്തതൊക്കെ ബാഡാണ്. ഓ, അങ്ങനെയാണല്ലേ. എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ലാടി, ഞാനന്ന് സൂര്യനെ കണ്ടിട്ട് വരട്ടെ കേട്ടോ. അന്ന് അവൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്. ബോയ് ഫ്രണ്ട് അല്ലാത്ത ആൾ അഥർവേട്ടൻ അവളെ ബാഡ് ടച്ചിങ്, കിസ് അതൊക്കെ ചെയ്യാറുണ്ടെന്ന്. എല്ലാം ഡ്രഗ്സ് യൂസ് ആക്കിയിട്ടാണെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇത് ശരിയല്ലെന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ മേധയ്ക്ക് അഥർവേട്ടൻ എന്നാൽ ഒരുതരം ഭ്രാന്തായിരുന്നു. എന്നാലും ഞാൻ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഏട്ടനെ അവോയ്ഡ് ആക്കാൻ തുടങ്ങി. കുഞ്ഞാറ്റെ, എന്താ ഇത്? നീ എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങുന്നത്? അപ്പോ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. ബോയ് ഫ്രണ്ട് അല്ലാത്ത ആൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ തെറ്റാണ് അപ്പോ. പക്ഷേ അഥർവേട്ടന് അവൾ പറഞ്ഞതൊന്നും അംഗീകരിക്കാനായില്ല. അവളുടെ ആ ബിഹേവിയർ ഏട്ടനെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായി. ആ ദേഷ്യം മുഴുവൻ ബാക്കി കുട്ടികളോടും ടീച്ചേഴ്സിനോടുമായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഗ്യാപ്പ് നല്ലോണം യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അല ആയിരുന്നു. മേധയെ മാനസികമായി തളർത്താവുന്നതൊക്കെ അവൾ ചെയ്യുമായിരുന്നു. അതുപോലെ ഏട്ടനോട് വേണ്ടാത്തതൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. എടി പിശാശേ, നീ നിന്റെ അമ്മയെ കൊന്നിട്ട് വന്നതല്ലേടി? എന്താടി നോക്കി പേടിപ്പിക്കണേ? ഡി, ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മയെ കൊന്നത് ഞാനല്ലെന്ന്. പിന്നെ ആരാടി? നീ തന്നെയാണ്. നീ വന്നപ്പോഴല്ലേ പാവ എൻ്റെ നാദൂമ്മ മരിച്ചത്. നീ എൻ്റെ അപ്പൂൻ്റെ പുറകെയുള്ള ഈ നടപ്പങ്ങ് നിർത്തിക്കോ. ഇല്ലേൽ എൻ്റെ ഡാഡ നിന്റെ തന്തയെ കൊന്ന പോലെ ഞാൻ നിന്നെ അങ്ങ് കൊല്ലും. പിന്നെ അപ്പൂനെ നിനക്ക് ഞാൻ തരില്ലടി. ചെടി, എൻ്റെ ഉപ്പയെ കൊന്നവൻ്റെ മോളാണ് നീ. ഇപ്പോൾ എൻ്റെ നാദൂമ്മേനെ കൊന്നത്. നീ കൊലപാതകയാടി. പിന്നെ അപ്പു എൻ്റേതാണ്. അല്ല, അപ്പു എൻ്റേതാണ്. എന്താ ഇവിടെ രണ്ടും? അപ്പു നീ എൻ്റെ അല്ലേ? ഇവള് പറയുവാ എന്റെ പുറകെ നടക്കരുതെന്ന്. കുഞ്ഞാറ്റെ, നിനക്കിത്തിരി കൂടുന്നുണ്ട്.
ഇവള് പറയാ ഞാനാണ് അമ്മേനെ കൊന്നതെന്ന്. അല, നീ അങ്ങനെ പറഞ്ഞോ? ഇല്ല അപ്പു, അവള് കള്ളം പറയുവാ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ പുറകെ വന്നാല് എന്റെ ഉപ്പച്ചയെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമെന്ന് ഇവള് പറഞ്ഞു. കുഞ്ഞാറ്റെ, നോക്കിക്കേ, ഇവളോട് അടി കൂടാൻ നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണോ? അല്ല അപ്പു, അവൾ അങ്ങനെ തന്നെ പറഞ്ഞു. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. അല, വാ. പിന്നീട് വലുതും ചെറുതുമായി കുറെ അടിയും വഴക്കുമൊക്കെ അവിടെ നടന്നു. അതിന്റെയൊക്കെ അവസാനം മേധ ഈ നാട് വിട്ടു. പപ്പയോട് നിർബന്ധം പിടിച്ച് US മാറി. 3 years അവിടെയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് ഞങ്ങളുടെ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തു. ഇവിടെ നിന്നാണ് അവരുടെ ടേണിംഗ് പോയിന്റ്. ഡ്രഗ്സിന്റെ പുറമെ ചെയ്തതിൽ നിന്നും യഥാർത്ഥ പ്രണയത്തിലേക്ക് വഴിമാറാൻ തുടങ്ങുന്നത് ഈ ടൈമിലായിരുന്നു. പരസ്പരം കാണാതിരുന്നത് മുതൽ പിന്നീട് ഇവരുടെ നാളുകളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അലമേധയ്ക്കും മേധലയ്ക്കും ഓരോരോ പണികൾ കൊടുക്കുന്നുമുണ്ടായി. ഈ ഫൈസാൻ ആരാ? ആ ഡയറിയിൽ മേധയുമായി ഫൈസാന് എന്തോ റിലേഷൻ ഉള്ള പോലെ അപ്പു കണ്ടിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടായി. അത് എന്താണെന്നറിയോ? ആരാത്? ഇല്ല, മേധയും മിക്കയുമായി റിലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അതർവേട്ടൻ തെറ്റിദ്ധരിച്ചതായിരുന്നു. ശരിക്കും ഇക്കയ്ക്ക് അലയെ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി അവർ ജസ്റ്റ് ഒന്ന് കൂട്ടുകൂടിയതാണ്. അപ്പുവിനെ എടുക്കാൻ മേധയും അലയെ കിട്ടാൻ ഇക്കയും ഒരുമിച്ചു. അതത്രേ ഉണ്ടായിരുന്നുള്ളൂ. മേധയും അദർവും നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? അവരുടെ റിലേഷൻ കൺഫേം ആക്കിയ ശേഷം ആദ്യമായിട്ട് അവർ കോളേജിൽ വന്ന അന്ന് മേധ മാത്രമേ വന്നുള്ളൂ. അതർവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ദേടാ അവള്. വാ. ആ, എത്തിയാ? ഇത്ര ദിവസം എവിടെ ആയിരുന്നു? ശരീരത്തിനൊക്കെ എന്താ നല്ല മാറ്റമുണ്ടല്ലോ. അവന്റെ കൂടെ കിടന്ന് സുഖിക്കുമായിരുന്നല്ലേ? ആങ്ങളുടെ കൂടെ കിടന്നവളല്ലേ നീ? അപ്പോ നമ്മൾ വിളിച്ചാലും കൂടെ കിടക്കാൻ വരുന്നതില് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏത്? മൈൻഡ് യുവർ വേർഡ്സ്. അതർവേട്ടൻ ഇതറിഞ്ഞ് അവർക്കൊക്കെ കണക്കിന് കൊടുത്തിട്ടുള്ളതാ. എന്നിട്ടും അവർ വിട്ടില്ലായിരുന്നു. കോളേജ് ഫുള്ള് ഒരു ഗ്യാങ്ങായി തന്നെ ഇവരെ ചുറ്റി വളഞ്ഞു. ഞങ്ങളും വിട്ടുകൊടുത്തില്ല. അവർക്കെതിരെ ഞാനും മേധയും അതർവേട്ടനും അലയും ഫൈസാനിക്കും. അല, അവളെങ്ങനെ നിങ്ങളുടെ കൂടെ? അത് അവരുടെ പ്രണയത്തെ കൺഫ്യൂസ് ചെയ്ത ശേഷം അല നല്ല ഡെസ്പായിരുന്നു. അവൾ പൂർണ്ണമായും ഒറ്റക്കിരിപ്പായി. ആ ടൈമിൽ അലയ്ക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ഫൈസാനിക്കായിരുന്നു. താൻ എന്തിനാടോ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഞാനിപ്പോ ഫുൾ ബ്ലാങ്ക് ആണിക്ക. എല്ലാരും പറയുമായിരുന്നു ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മറ്റൊരാളെയായിരുന്നു സ്നേഹിക്കുന്നതെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന ചങ്ക് പൊട്ടുന്ന വേദനയാണെന്ന്, ഉള്ളില് തീയാണെന്നൊക്കെ. ഞാനതൊക്കെ വിട്ടുകളയാറാ ചെയ്യുന്നത്. കാരണം അപ്പു എന്നെ വിട്ടുപോകില്ലെന്ന് എനിക്ക് അത്രയും വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു കുട്ടിയാകുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. താൻ പറഞ്ഞത് ശരിയാ. എല്ലാ മനുഷ്യരുടെയും പ്രശ്നം ഇതാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുണ്ട്, പക്ഷേ ആ ആളെ ഗൗനിക്കാതെ പുറമേ ഇഷ്ടമാണെന്നും ഉള്ളിൽ നമ്മളിൽ എന്നുള്ളവരുടെയും പുറകെ പോകുന്നവരാണ്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തരാം. എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ഞാൻ അവളോട് സംസാരിക്കാനും അടുത്തിരിക്കാനും ഒക്കെ നോക്കിയതാ. പക്ഷേ അവൾ എന്നെ മൈൻഡ് കൂടെ ചെയ്യില്ലായിരുന്നു. ശരിയാകുമെന്നോർത്ത് ഞാനിരുന്നു. അത് വർഷങ്ങളായി. അവൾക്ക് എന്നോടുള്ള ബിഹേവിയറിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. അവസാനം അവളെ ചെന്ന് പ്രപ്പോസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ചെന്ന ടൈം ശരിയല്ലായിരുന്നു. അന്ന് ഞാൻ സ്നേഹിക്കുന്നവൾ മറ്റൊരാളുമായി കിസ് ചെയ്യുന്നതാ ഞാൻ കണ്ടത്. അന്ന് ഞാൻ ഒരുപാട് തളർന്നു. എൻ്റെ മനസ്സിൽ നിന്ന്
അവളെ കളയാൻ നോക്കി. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് മാറിയില്ല. എൻ്റെ മനസ്സ് അപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു, അവൾ നിനക്കുള്ളതാണേൽ നിന്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. അതും വിശ്വസിച്ച് ഞാൻ വർഷങ്ങളായി കാത്തിരുന്നു. ഇപ്പോഴും കാത്തിരിക്കുകയാണ്. പക്ഷേ അവൾക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ അവളെ ഒഴിവാക്കി. അവളാകെ തളർന്നിരിക്കുക. എന്തോ ഈ നിമിഷം അവളെ ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. അവളുടെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കില്ലടോ. എന്നെ അത്ര ഇഷ്ടാണോ? എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാവ്യാത്മകമായി പറഞ്ഞാൽ ഈ ആകാശത്തിന് തുല്യമാണ് എൻ്റെ പ്രണയം. അതിൻ്റെ അതിർത്തി എവിടെയാണെന്ന് പോലും അറിയില്ല. അലയ്ക്ക് ഇക്കെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡേ ബൈ ഡേ അവൾ പൂർണ്ണമായും മാറിത്തുടങ്ങി. ഇല്ലേൽ ഇക്ക അവളെ മാറ്റിത്തുടങ്ങി. അവർ നാട്ടിൽ നിന്ന് വന്ന ശേഷം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നേരിടുന്ന കണ്ടപ്പോൾ അതലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒന്നില്ലേലും അവളുടെ കസിൻ സിസ്റ്റർ അല്ലേ മേധ. അതുകൊണ്ട് അലയും മിക്കയും സൂര്യയും ഞങ്ങളുടെ കൂടെ ഉണ്ടായി. സൂര്യ ആരാ? സൂര്യ ഞാൻ കഴിഞ്ഞാൽ മേധ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് സൂര്യയുമായിട്ടായിരുന്നു. അറ്റ് ദി എൻഡിങ് ഈ പ്രശ്നങ്ങൾ നേരിടാതെ മേധ സൂസൈഡ് ചെയ്തു എന്നാണ് അവളുടെ പപ്പ അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതങ്ങനെ അല്ലെന്ന് തനിക്ക് പറയാനുണ്ടാകുന്ന റീസൺ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ റീസൺ എനിക്കത്ര കൺക്ലൂഷൻ ഇല്ല. ഈ മേധയും മദർവേട്ടനും പിന്നീട് നല്ല രീതിക്ക് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മേധ നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കുഞ്ഞാറ്റെ കൈവിട. ഇല്ല അപ്പു, നിന്നെ ഞാൻ വിടത്തില്ല. നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഡ്രഗ് ഡീൽസ് നടത്തരുതെന്ന്. ഇതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ കുഞ്ഞാറ്റെ, ഇത് ചെയ്തിട്ട് ഞാനിങ്ങ് പെട്ടെന്ന് തന്നെ വരത്തില്ലേ? വേണ്ട, നിന്നെ ഞാൻ വിടത്തില്ല അപ്പു. നമുക്കിതൊന്നും വേണ്ട അപ്പു, പ്ലീസ് പറയുന്നത് കേൾക്ക്. കുഞ്ഞാറ്റെ, ഈ കാര്യത്തിൽ നീ എന്നെ തടയരുത്. ഞാൻ ഇത് ചെയ്യും. വേണ്ട അപ്പു, പ്ലീസ് ഞാൻ പറയണത് കേൾക്ക്. ഇതൊന്നും നമുക്ക് വേണ്ട, പ്ലീസ്. നിന്നോട് പറഞ്ഞതല്ലേ തടയരുതെന്ന്. ഈ കാര്യത്തിൽ നീ എന്നല്ല ഡാഡ് പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല. മേധ, എന്താ മേധ പ്രശ്നം? അവനെന്തിനാ നിന്നെ തല്ലിയത്? ഒന്നുമില്ല. എന്തോ പ്രശ്നമുണ്ട്. ശരിയാ. പിന്നീട് കുറച്ച് ഡേയ്സ് അതുപോലെ തന്നെയാ പോയത്. എന്തോ ഞങ്ങൾക്ക് അവർ അത്ര സ്വരച്ചേർച്ചയിലല്ലെന്ന് തോന്നി. ഞങ്ങളെല്ലാവരും മാറി മാറി അവളോട് ചോദിച്ചു, മേധ ബി ഓപ്പൺ, എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ? എന്ത് പ്രശ്നം? നിങ്ങൾക്കൊക്കെ എന്താ? കുറച്ചു മുന്നേ അവർ വന്ന് പറഞ്ഞു. എന്തുവാ ഇത്? ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല. അവൻ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാ അവൻ എന്നോട് ദേഷ്യപ്പെടുന്നത്. ഇനി പറഞ്ഞു പറഞ്ഞ് നിങ്ങളായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കണ്ട. Then what happened? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, റോസു മേധ എവിടെ? അവള് വന്നിട്ട് വേണം പാർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ. കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞത്. ഞാൻ ഒന്നോടെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, നീ എവിടെ എത്തി? ഹലോ ഹലോ റോസു. കുഞ്ഞാറ്റെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും നമുക്ക് വേണ്ടെന്ന്. സോറി കുഞ്ഞാറ്റെ. എന്തായിരുന്നു അത്? ഈ ഡ്രഗ് ഫീൽഡിൽ അതിർവേട്ടിന് ഏതോ എനിമീസ് ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ മേധയ്ക്ക് അവർ വാണിംഗ് കൊടുത്തിട്ടുള്ളതാ. അതുകൊണ്ടാണ് അവൾ മാക്സിമം ഏട്ടന് വഴിമാറ്റാൻ നോക്കിയത്. അവസാനം അതങ്ങനെയായി. ആ ആക്സിഡൻറ്റിന് ശേഷം ഏട്ടൻ പിന്നെ അതിലേക്ക് പോയിട്ടില്ല.
ആദ്യ സംശയം ഇതായിരുന്നു, ഏട്ടൻ്റെ എനിമീസ് ആരെങ്കിലും ചെയ്തതാണോ എന്ന്. പക്ഷേ മേധ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാനും അവളും കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അവളൊരു കോളിൻ്റെ കാര്യം പറഞ്ഞു. ഹലോ. മേധ മെഹറിൻ, ആ അതെ. നിന്റെ ഇപ്പോഴത്തെ ലൈഫിൽ നീ ഹാപ്പിയാണോ? നിങ്ങളാരാണ്? എന്താ? ചോദിച്ചത് പറ മേധ, നീ ഹാപ്പിയാണോ? ആ അതെ. എന്തേ? അല്ല മേധ, നീ എന്തിനാ കള്ളം പറയുന്നത്? നീ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോവുക. നിനക്ക് ആ നരകം വേണ്ട മേധ. എന്തിന്? അതിന് നിങ്ങളാരാ? എൻ്റെ രക്ഷകനോ? എനിക്ക് രക്ഷകനാകാൻ താല്പര്യമില്ല മേധ. പിന്നെ ആര്? എൻ്റെ കാലനോ? കാലൻ? അത് നല്ല പദവിയാണല്ലോ. കാലനെങ്കിൽ കാലൻ. ഒന്ന് പോടോ. അന്നതിനെ വലിയ കാര്യമായി എടുത്തില്ല. ബട്ട് സാർ, മേധ നല്ല ഹാപ്പി ആയിരുന്നു. അവൾ എന്തിനു വേണ്ടിയാ സൂയിസൈഡ് ചെയ്യുന്നേ? അഥർവേട്ടനും മേധയും തമ്മിൽ ആക്സിഡൻറ്റിന് ശേഷം നല്ല കെയറിങ്ങിൽ തന്നെയായിരുന്നു. കോളേജിൽ നിന്നുള്ള ഇഷ്യൂസ്, അതിൽ നിന്നൊക്കെ മേധ മാറി തുടങ്ങിയതാ. ആ 2 ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചാലും അവൾക്ക് സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു മാം. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്. അന്ന് മേധയുടെ ഫിനറലിന് പോയപ്പോൾ അവളുടെ പപ്പ സ്റ്റാഫ്സിനോട് പറയുന്നത് കേട്ടതാ. സർ, ഇതിൻ്റെ പിന്നിൽ AP ആണ്. AP? എൻ്റെ കുട്ടികളെ പിച്ച് ചീന്താൻ വെട്ടി തരത്തിലടാ നിനക്ക്. ഹൂസ് ദാറ്റ്? അറിയില്ല മാം. മേ ബി JK സാർ പണ്ട് വലിയ മാഫിയൊക്കെ ആയിരുന്നു. സോ അവരുടെ എനിമീസ് ആകും. എനിക്ക് ഇത്രയാ അറിയത്തുള്ളൂ. താനെന്നാ വിട്ടോ. ഇതിൽ നിന്നും ഞങ്ങൾക്ക് കേസ് എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള ലീഡ് കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങൾ അത് വെച്ച് കയറിക്കോളാം. ഓക്കെ സാർ. മാം. പൊക്കോ. മോനെ ദീക്ഷിത്, അവളോട് വലിയ കാര്യത്തിൽ എവിടെന്ന് തുടങ്ങണമെന്നൊക്കെ കിട്ടിയെന്ന് പറയുന്നത് കേട്ടു. എവിടെന്ന്? അതോ, ഈ സ്റ്റോറിയുടെ ആദ്യം മുതലേ കേൾക്കുന്ന നെയിമാണ് JK. JK സാർ വലിയ മാഫിയായിരുന്നു, JK സാർ വലിയ പുള്ളിയാണെന്നൊക്കെ. സോ ഫസ്റ്റ് ഈ JK അറിയണം. അയാളിൽ നിന്നും ഹുസ് ദാറ്റ് AP, അയാളിലേക്ക് എത്തണം. സർ, AP ഈ നാട്ടിൽ തന്നെയുണ്ട്. കം. നീ അവിടെ ഒന്ന് നിന്നേ. എന്തൊക്കെയാ അവരുടെ മൊഴിഞ്ഞത്? അത് ഞാൻ മേധ അഥർവേട്ടൻ അവരുടെ റിലേഷൻ അതൊക്കെയാ പറഞ്ഞത്. സാറിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കയറിപ്പോ. സർ സേഫാണ്. അവൾ സാറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവളെ ഒന്ന് സൂക്ഷിച്ചോ. ഓക്കെ സർ. Sir, Jackie is here. Oh, Jackie, finally, you are here?